നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ശരിക്കും പറഞ്ഞാൽ വി ഡി സതീശൻ്റെ വിധിയെഴുത്താണ്. വി ഡി സതീശൻ ഈ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകുമോ, കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ മുഖ്യമന്ത്രിയാകുമോ ഇല്ലേ എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിലൂടെ നിർണ്ണയിക്കപ്പെടും. ഇവിടെ ആര്യാണ ഷൗക്കത്ത് ജയിച്ചു കഴിഞ്ഞാൽ സതീശൻ രാജാവ്, ഇല്ലെങ്കിൽ സതീശൻ താഴെ വീഴുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. എങ്ങനെയാണോ ചെന്നിത്തലയൊക്കെ ഈ പറഞ്ഞ തെരഞ്ഞെടുപ്പിൽ പിന്നാക്കം പോയപ്പോൾ സ്ഥാനം ഉപേക്ഷിക്കേണ്ടി വന്നത്, അതേമാതിരി സതീശനും പണി കിട്ടില്ലേ? തീർച്ചയായും പ്രിയൻ സൂചിപ്പിച്ചതുപോലെ തന്നെ സതീശൻ്റെ ഒരു വിലയിരുത്തലാണ് ഈ തെരഞ്ഞെടുപ്പ് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം എല്ലാവരും പറയും അൻവറിൻ്റെ വിലയിരുത്തലാണ് അല്ലെങ്കിൽ നിലമ്പൂരിൻ്റെ വിലയിരുത്തലാണ് എന്നതല്ല. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം സതീശൻ വീഴുമോ വാഴുമോ എന്നറിയാനുള്ളൊരു തെരഞ്ഞെടുപ്പാണ്. കാരണം അൻവറിനെ എടുക്കണ്ട, അൻവറിന് സീറ്റ് കൊടുക്കണ്ട, അൻവർ പറഞ്ഞ ആളിന് സീറ്റ് കൊടുക്കണ്ട എന്ന് നിശ്ചയദാർഢ്യത്തോടുകൂടി സതീശനെടുത്ത തീരുമാനം, അതാണ് ആര്യാൺ ഷൗക്കത്തിലേക്ക് എത്തിയത്. അതിനുശേഷം അൻവർ പല വഴികൾ നോക്കി ഇതിനകത്ത് കയറാനായിട്ട്. പക്ഷേ സതീശൻ ഒറ്റ സ്റ്റാൻഡ് എടുത്തു, അൻവർ നമുക്ക് വേണ്ട, അൻവറിൻ്റെ വോട്ട് വേണ്ട, അൻവറിന് എന്ത് ചെയ്താലും കുഴപ്പമില്ല, കോൺഗ്രസ് ജയിക്കും എന്ന ഉത്തമ ആത്മവിശ്വാസത്തോടു കൂടിയാണ് ആര്യാൺ ഷൗക്കത്തിനായി സതീശൻ പണിയെടുത്തത്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് ഇപ്പോൾ സതീശൻ്റെ റിസൾട്ടാണ്. അതായത് ആര്യാടൻ ഷൗക്കത്ത് വിജയിക്കുന്നതോടെ സതീശൻ കോൺഗ്രസ്സിലെ പുലിയായി മാറുമെന്ന കാര്യത്തിൽ തർക്കമില്ല. പിന്നീട് മുഖ്യമന്ത്രി സ്ഥാനത്തിന് ഈ പറഞ്ഞ കുപ്പായം തുന്നി വെച്ചവർക്കെല്ലാം അത് വെറുതെ അലമാരയിൽ വെക്കേണ്ട അവസ്ഥയിലേക്ക് എത്തും. കാരണം സതീശൻ എഫക്റ്റ് ആയിരിക്കും ഈ തെരഞ്ഞെടുപ്പ് ഫലം. അതുകൊണ്ട് തന്നെ സതീശൻ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. കാരണം ഇന്നത്തെ ഉച്ചവരെയുള്ള പോളിംഗ് കണക്കുകൾ പരിശോധിക്കുമ്പോൾ UDF ക്യാമ്പ് തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. അൻവർ ആകട്ടെ ആകെ വിറളി പൂണ്ട് നടക്കുകയാണ്. സ്വരാജിനും വലിയ സന്തോഷമൊന്നും നമുക്കിന്ന് കാണാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ആര്യാണൻ ഷൗക്കത്ത് ഒരു 10,000-ലധികം ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന കണക്കുകൾ അനുസരിച്ച് പറയാൻ കഴിയുന്നത്. അതുപോലെ തന്നെ സ്വരാജിനെ അടുത്ത രാജ്യസഭയിലേക്ക് പരിഗണിക്കാനും പദ്ധതിയുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം സ്വരാജിനെ പിന്നീട് ഒരു MP ആയി അങ്ങ് കടത്തി വിട്ട് കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം മരുമോന് സേഫ് ആവും. അപ്പോൾ ആ രീതിയിലാണ് CPM കണക്ക് കൂട്ടുന്നത്. അതോടൊപ്പം തന്നെ അൻവറിൻ്റെ ഇനിയുള്ള അടുത്ത പദ്ധതി എന്ന് പറയുന്നത് നേരെ പിണറായിയുടെ കാലിൽ വീഴുക എന്നുള്ളത് ഇനി അൻവറിന് മുന്നിലുള്ള, അല്ലെങ്കിൽ അൻവർ മറ്റേ ബിസിനസ്സുമായിട്ട് നടക്കേണ്ടി വരും. രാഷ്ട്രീയമെല്ലാം ഉപേക്ഷിച്ച് വെള്ള വസ്ത്രമെല്ലാം മാറ്റി മറ്റ് ബിസിനസ്സിലേക്ക് ആഫ്രിക്കയിലൊക്കെ പോയി പാൻറ്റും സ്യൂട്ടും ഒക്കെ ഇട്ട് ആഫ്രിക്കയിലേക്ക് പോകേണ്ടി വരും. അപ്പോൾ ഖനി വ്യവസായവും അങ്ങനെ ഒരുപാട് വ്യവസായങ്ങളൊക്കെ ഉണ്ട്. ഏതാണ്ട് അതേ അവസ്ഥയിൽ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. കാരണം അൻവർ കാണിച്ച വലിയ മണ്ടത്തരമാണ് ഈ ഇലക്ഷന് നിന്നത്. അൻവർ ഇലക്ഷന് നിന്നില്ലായിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കും, അൻവറിന് വലിയ പ്രാധാന്യം അവിടെ കിട്ടിയേനെ. ആര് ജയിച്ചാലും അത് അൻവറിന്റെ മിടുക്കുകൊണ്ടാണെന്ന് പറഞ്ഞു വന്നേനെ. കാരണം അടുത്ത ഇലക്ഷനിൽ വലിയ ഇമ്പാക്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ അൻവറിന്. പക്ഷെ ഇവിടെ അൻവർ കാണിച്ച മണ്ടത്തരം അൻവറിന്റെ ശക്തി എന്താണ് എന്ന് അൻവർ അങ്ങ് തെളിയിച്ചു കൊടുത്തു. മറ്റത് അൻവർ എന്താണെന്ന് അറിയാൻ കഴിയില്ല. അൻവർ എന്താണെന്ന് അറിയാൻ കഴിയാത്തത് കൊണ്ട് തന്നെ അടുത്ത ഇലക്ഷൻ ആകുമ്പോൾ എല്ലാവരും അൻവറിന്റെ പുറകെ പോയേനെ. ഇവിടെ അൻവർ എന്ത് ചെയ്തു? അൻവർ സ്വന്തം ഇമേജ് തന്നെ തകർത്തു. അൻവറിന് ഇവിടെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് പെട്ടെന്ന് തന്നെ ഈ റിസൾട്ട് വരുന്നതോടുകൂടി അൻവർ ഒന്നും അല്ലാതാകും. അങ്ങനെ ആകുന്നതോടുകൂടി തന്നെ അൻവറിന്റെ പരാജയം എല്ലാവർക്കും കൃത്യമായിട്ട് മനസ്സിലാവും. ഇയാളുടെ കൈ മരുന്നൊന്നുമില്ല, അപ്പോൾ ഇനിയിപ്പോൾ ഇയാളെ പിടിച്ചിട്ട് കാര്യമില്ല. അടുത്ത ഇലക്ഷൻ ആകുമ്പോൾ എല്ലാവരും ഇഗ്നോർ ചെയ്യും, ആരും ഒരു സീറ്റും കൊടുക്കില്ല, ആരും ഇതേ ഇല്ല. അൻവർ പിന്നെ ഈ തൃണമൂലോ DMKയോ അങ്ങനെ ഏതെങ്കിലും പാർട്ടിയുടെ പുറകെ നടന്ന് സമയവും കളഞ്ഞ് ഒന്നും ആവാതെ ഈ വിടുവായത്വവും പറഞ്ഞ് ആരും ചെവിക്കൊള്ളാത്ത രീതിയിൽ അൻവർ ഉപേക്ഷിക്കപ്പെടും എന്നുള്ളതാണ് PC ജോർജിന് വന്ന ഗതിയേക്കാൾ. PC ജോർജ് ഇപ്പോൾ BJP കാരനായതുകൊണ്ട് എന്തെങ്കിലും സാധ്യത ഉണ്ടാവും എന്നറിയാം. പക്ഷേ അൻവറിന് ഇനി ഒരു സാധ്യത ഉണ്ടാവില്ല. അൻവർ വൻ പരാജയം അടയാൻ പോവുകയാണ് ഈ തെരഞ്ഞെടുപ്പിന് ശേഷം. അതുമാത്രമല്ല അൻവർ ഈ പറഞ്ഞതുപോലെ അൻവർ ഇന്ന് രാവിലെ ഒരു പ്രഖ്യാപനം നടത്തി 75,000 വോട്ട് പിടിക്കുമെന്ന്. 5,000 വോട്ട് തികച്ച് കിട്ടുമെന്ന് ഇപ്പോൾ സംശയമാണ്. കാരണം ആ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഈ 5,000 വോട്ട് തന്നെ CPMൻ്റെ വോട്ടായിരിക്കും ചോരുന്നത്. അത് സ്വരാജിന് വലിയ ക്ഷീണമുണ്ടാക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. BJP അവരുടെ ശക്തി തെളിയിക്കാനൊന്നും അല്ല ഇത്തവണ നിൽക്കുന്നത്. എന്നിരുന്നാലും അവർക്ക് നിലവിലുള്ള വോട്ട് പിടിക്കാൻ അവർ നോക്കും. പ്രത്യേകിച്ച് അവരുടെ ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥി മത്സരിക്കുന്നു, അവർക്ക് ഇത്ര ശതമാനം വോട്ട് വേണം, ആ വോട്ട് കിട്ടും. പിന്നെ ക്രിസ്ത്യൻ സ്ഥാനാർത്ഥിയായതുകൊണ്ട് ക്രിസ്ത്യൻ വോട്ടുകളടക്കം കിട്ടുന്നതുകൊണ്ട് BJPയെ സംബന്ധിച്ചിടത്തോളം ഭൂരിപക്ഷത്തിന് മുകളിൽ ഇപ്പോൾ ആര് ജയിക്കുന്നു ആ ഭൂരിപക്ഷം എത്രയാണോ അതിന് മുകളിലുള്ള വോട്ട് നേടാനാണ് BJP ശ്രമിക്കുക. പക്ഷേ ഇപ്പോൾ ആര്യാൺ ഷൗക്കത്ത് ഒരു 25,000 വോട്ട് നേടിയാൽ ഒരു 10,000 വോട്ടാണ് BJP നേടുന്നതെങ്കിൽ BJPക്ക് അവിടെ ക്ഷീണമുണ്ടാവും. അത് BJP അതാണ് കണക്ക് കൂട്ടുന്നത്. അതുകൊണ്ട് BJP വോട്ടുകൾ ഈ സ്വരാജിന് കിട്ടും എന്നൊന്നും പ്രതീക്ഷിക്കേണ്ട. ഗോവിന്ദൻ ഈ പറഞ്ഞതുപോലെ ഗോവിന്ദൻ RSSനെയൊക്കെ പുകഴ്ത്തി പറഞ്ഞത് BJP വോട്ടുകൾ BJPയിലെ ഹിന്ദു വോട്ടർമാർ സ്വരാജിന് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു തന്ത്രമായിരുന്നു. പക്ഷേ അതൊന്നും അവിടെ വിലപ്പോയില്ലെന്ന് മാത്രമല്ല അതിപ്പോൾ ഉള്ള വോട്ടും കൂടെ പോകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ
സതീശനെ സംബന്ധിച്ചിടത്തോളം സതീശൻ ഇന്ന് മുതൽ സതീശൻ ഇന്ന് രാത്രി ഉറങ്ങാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇനി വോട്ടെണ്ണൽ ദിവസമേ സതീശന് ഉറങ്ങാൻ കഴിയുകയുള്ളൂ. വോട്ടെണ്ണലിൻ്റെ അന്ന് രാത്രി ഒന്നുകിൽ കരഞ്ഞുകൊണ്ട് ഉറങ്ങേണ്ടി വരും, അല്ലെങ്കിൽ ചിരിച്ചുകൊണ്ട് ഉറങ്ങേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് സതീശനെ സംബന്ധിച്ചിടത്തോളം സതീശന് ജീവൻ മരണ പോരാട്ടമാണ്. കാരണം സതീശൻ ഇതിനകത്തുള്ള ആര്യാടൻ ഷൗക്കത്തിനെ കാട്ടിയും അല്ലെങ്കിൽ സ്വരാജിനെ കാട്ടിയും നെഞ്ചിടിപ്പോടെ ഇലക്ഷനെ പേടിക്കുന്ന ഒരു വ്യക്തിയാണ് സതീശൻ. കാരണം അത്രയധികം അദ്ദേഹത്തിന് ഇതിൽ സ്വാധീനമുണ്ട്. KC വേണുഗോപാലിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയും ആര്യാടൻ ഷൗക്കത്ത് തോൽക്കണേ എന്നുള്ള ചിന്തയിലായിരിക്കും. കുഞ്ഞാലി സാഹിബും സംഘവും രണ്ട് വള്ളത്തിൽ കാലിട്ട് നടക്കുകയാണ്. കാരണം ഇനി തുടർഭരണം വരുമെങ്കിൽ CPM-നൊപ്പം, ഈ UDF വരുമെങ്കിൽ അവർക്കൊപ്പം. അതുകൊണ്ടാണ് ഈ കുഞ്ഞാലി സാഹിബൊക്കെ ഒന്നും പറയാത്തത്. കാരണം എന്തെങ്കിലും പറഞ്ഞ് ആർക്കെങ്കിലും അനുകൂലമായിട്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പിന്നെ അത് ഭാവിയിൽ ദോഷം ചെയ്യും. കാരണം ഇപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോഴായിരിക്കും ഇവരുടെ ഒരു തീരുമാനങ്ങൾ വരിക, ഈ പാണക്കാട്ടൊക്കെ വരുന്ന തീരുമാനങ്ങൾ. അതായത് ഇപ്പോൾ ഒരു 70 സീറ്റ് അല്ലെങ്കിൽ ഈ പണ്ട് 2011 ഉമ്മൻചാണ്ടി സർക്കാരിന് വന്നതുപോലെ ഒരു 72 സീറ്റോ മറ്റോ ഒക്കെയാണ് UDF-ന് വരുന്നതെങ്കിൽ കുഞ്ഞാലി സാഹിബൊക്കെ കച്ച കെട്ടി ഇറങ്ങും. മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി, ഉപമുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയും 5-6 മന്ത്രിമാർക്ക് വേണ്ടിയൊക്കെ കച്ച കെട്ടി ഇറങ്ങും. മറിച്ച് LDF ആണ് ഇത്തരത്തിൽ സീറ്റുകൾ നേടുന്നതെങ്കിൽ പതുക്കെ ഇല്ല പൂച്ച മാളത്തിൽ കയറുന്നത് പോലെ പതുക്കെ ചെന്ന് കയറാനുള്ളൊരു ഇതാണ് അവർ ഉദ്ദേശിച്ച ശ്രമവും നടത്തും. കാരണം അവിടെ പിന്നെ ചെന്ന് പിണറായി അടുത്തൊക്കെ ചെന്ന് മുഖ്യമന്ത്രി സ്ഥാനം എന്നൊക്കെ പറഞ്ഞാൽ നീ പോടാന്ന് പറയും. അതുകൊണ്ട് അങ്ങനെ പറയില്ല. അവിടെ ചെന്നിട്ട് നൈസിന് നിന്ന് ഇത് കാര്യങ്ങൾ ഒപ്പിച്ചെടുക്കാൻ നോക്കും. അപ്പോൾ അങ്ങനെ രണ്ട് വള്ളത്തിൽ കാലിട്ടാണ് കുഞ്ഞാലി സാഹിബും ടീമും നടക്കുന്നത്. അതുകൊണ്ട് അവരിത്തവണ ഒരുപക്ഷെ പാലം വലിക്കാൻ സാധ്യതയില്ല. ഷൗക്കത്തിന് തന്നെ വോട്ട് കൊടുത്തേക്കാം. കാരണം ഇപ്പോഴത്തെ ട്രെൻഡിൽ ചിലപ്പോൾ UDF ആണ് ജയിക്കുന്നതെങ്കിൽ നമ്മൾ LDF അങ്ങനെ ജയിച്ചാൽ നമ്മൾ കാലുവാരിയെന്ന് അറിഞ്ഞാൽ പിന്നെ ഇവന്മാർ പണി തരും എന്നുള്ളതുകൊണ്ട് കുഞ്ഞാലി സാഹിബും സംഘവും ആര്യാടൻ ഷൗക്കത്തിൻ്റെ പാലം വലിക്കാൻ സാധ്യതയില്ലെന്നാണ് ഏറ്റവും പുതിയ വിവരങ്ങളനുസരിച്ച് പുറത്തു വരുന്നത്. അതുകൊണ്ട് സ്വാഭാവികമായും ഇത്തവണ ആര്യാടൻ ഷൗക്കത്ത് തന്നെ ജയിക്കും എന്നുള്ള ആത്മവിശ്വാസത്തിലാണ് വോട്ടർമാരും എല്ലാവരും തന്നെ ഉള്ളത്. അതോടൊപ്പം തന്നെ കോൺഗ്രസ് ക്യാമ്പിലൊക്കെ കനത്ത ആത്മവിശ്വാസം ആണ്. രാവിലെ മുതൽ തന്നെ കോൺഗ്രസ് പ്രവർത്തകരൊക്കെ തന്നെ വോട്ട് ചെയ്യാൻ എത്തുന്നു, കോൺഗ്രസ് അണികളൊക്കെ വോട്ട് ചെയ്യാൻ എത്തുന്നു. അതൊരു ആത്മവിശ്വാസത്തിൻ്റെ സൂചനയാണ്. പ്രത്യേകിച്ച് നിലമ്പൂർ പോലുള്ള മണ്ഡലങ്ങളിലൊക്കെ ഉച്ചയ്ക്ക് ശേഷമൊക്കെയാണ് കോൺഗ്രസ്സുകാർ വോട്ട് ചെയ്യാൻ വന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഇന്ന് രാവിലെ 7 മണി മുതൽ തന്നെ കോൺഗ്രസിൻ്റെ നീണ്ട നിര അവിടെ കാണാൻ കഴിയുന്നുണ്ട്. ആര്യാടൻ ഷൗക്കത്ത് തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. അതുപോലെ ഒരു ഇതിൽ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് വലിയ ആവേശം സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ CPM-ൻ്റെ ഭാഗത്തേക്ക് നോക്കൂ, എന്ത് ആവേശമാണുള്ളത്? ആവേശമില്ലെന്ന് മാത്രമല്ല, അവർക്ക് വലിയ ക്ഷീണവും ഉണ്ടായി. ഈ RSS ബന്ധം പറഞ്ഞതോടുകൂടി തന്നെ സ്വരാജിന് അത് വലിയ തിരിച്ചടിയാവും. സ്വരാജ് ഇപ്പോഴൊന്നും പറയില്ല, പക്ഷേ സ്വരാജ് പാർട്ടിയിൽ കൃത്യമായിട്ട് ഈ കാര്യം അറിയിക്കും. ഇവിടെ എനിക്ക് ഈ തോൽവി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് കാരണം പാർട്ടി സെക്രട്ടറി തന്നെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതിനകത്ത് പ്രത്യേകിച്ച് യാതൊരു കുറ്റപ്പെടുത്തലും അല്ല ഒരു തെറ്റും ഉണ്ടാവില്ല. ശരിയാണല്ലോ. CPM-ന് RSS ബന്ധം ഉണ്ടായിരുന്നു എന്ന് ഈ പറയുന്ന ഏതാണ്ട് 40-50% മുസ്ലിം വോട്ടുള്ള മേഖലയിൽ, അതും സംഘടിത വോട്ടുള്ളടുത്ത് എന്നിട്ട് പറയുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും ഈ സ്വരാജിന് വോട്ട് കുത്തിയേക്കാന്ന് വിചാരിക്കുന്നവൻ നേരെ കൊണ്ടുപോയി ഈ പറയുന്ന ആര്യാടൻ ഷൗക്കത്തിന് കൊടുക്കും. അവിടെ CPM ലക്ഷ്യം വെച്ചത് ഈ പറയുന്ന ഹിന്ദു വോട്ടുകളാണെങ്കിലും അബദ്ധം പറ്റിയതാണ്. ശരിക്കും പറഞ്ഞാൽ MV ഗോവിന്ദന് അബദ്ധം പറ്റിയതാണെങ്കിലും ലക്ഷ്യം വെച്ചത് ശരിക്കും അവിടെ ഒരു ഹിന്ദു വോട്ടുകളൊന്ന് കിട്ടിയാൽ കൊള്ളാം എന്നുള്ള ഒരു നയമാണ്. പക്ഷേ അത് കിട്ടാൻ പോകുന്നില്ല എന്നുള്ളത് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നു. അത് മാത്രമല്ല, CPM-നെ അത് തിരിഞ്ഞു കൊത്തുന്ന രീതിയിലേക്ക് മാറി. കോൺഗ്രസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കോൺഗ്രസ് ഏതെങ്കിലും ഒരു ഈ പറയുന്ന വർഗീയ മുന്നണികളുടെ വർഗീയ കക്ഷികളുമായിട്ടൊക്കെ ചേർന്നാലും ശരി തന്നെ അത് വലുതായിട്ട് റിഫ്ലക്റ്റ് ചെയ്യില്ല. പക്ഷേ CPM അങ്ങനെയല്ല. CPM-നകത്ത് കൂടുതലുള്ള മഹാഭൂരിപക്ഷ ഹിന്ദുക്കളാണ്. ആ ഹിന്ദുക്കളുടെ ഒരു പിന്തുണ പതിയെ അങ്ങ് കുറയും. ഇവർക്കിപ്പോൾ ജമാഅത്തെ ഇസ്ലാമി PDP ആയിട്ട് വന്നപ്പോൾ അറിയാമല്ലോ, മുസ്ലിം സമൂഹം ഈ പറയുന്ന CPM-ന് കൂടെ നിൽക്കും എന്ന് വിചാരിക്കുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തങ്ങളുടെ ആൾക്കാരാണ് എന്നുള്ളൊരു തോന്നൽ കൊണ്ടാണ്. പക്ഷേ മുസ്ലിം സമൂഹം അങ്ങനെയല്ല ചിന്തിക്കുന്നത്. അവരൊന്നുകിൽ കോൺഗ്രസ് അല്ലെങ്കിൽ ഈ പറയുന്ന മുസ്ലിം ലീഗ്, പിന്നെ കുറച്ച് പേരുള്ളതാണ് ഇല്ലെങ്കിൽ ലിബറലായിട്ട് നിൽക്കുന്നവർ. കാരണം അവരുടെ ഐഡിയോളജി പ്രകാരം കമ്മ്യൂണിസ്റ്റുകളുടെ കൂടെ നിൽക്കാനൊന്നും മുസ്ലിം സമൂഹത്തിന് സാധിക്കില്ല. ഇനി അഥവാ നിൽക്കുന്നതെങ്കിൽ തന്നെ ആരാണ് നിൽക്കുന്നത്? കൂടുതലും ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഈഴവ വിഭാഗം, പിന്നെ ഹിന്ദുക്കളുടെ ഒരു വിഭാഗവും, പിന്നെ കുറച്ച് നായന്മാരും, പിന്നെ ഈ പറയുന്ന മറ്റ് SC/ST വിഭാഗങ്ങളുമൊക്കെയാണ് CPM-ന് കൂടെ നിൽക്കുന്നത്. അപ്പോൾ ഹിന്ദുക്കൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ CPM-നകത്തുള്ളത് എന്നുള്ള
തിരിച്ചറിവ് വരുന്ന സമയത്തൊക്കെയാണ് ഇവർ ഈ പറയുന്ന കാര്യങ്ങൾ ഇപ്പോൾ RSSുമായിട്ടൊക്കെ ബന്ധമുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നത്. അല്ലാത്തപ്പോഴൊക്കെ ഈ പറയുന്ന PDP ബന്ധം CPM-ന് ചില്ലറ നഷ്ടമല്ല ഉണ്ടാക്കിയത്. ഹിന്ദു വോട്ടുകളിൽ ഗണ്യമായ കുറവ് വന്നിട്ടുണ്ട്. CPM അതിപ്പോൾ അംഗീകരിക്കുകയൊന്നുമില്ലെങ്കിലും വലിയ രീതിയിലുള്ള വലിയ തിരിച്ചടി. അത് BJP-യുടെ വളർച്ചയ്ക്ക് കാരണമായിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നത് CPM-ന്റെ ന്യൂനപക്ഷ പ്രീണനമാണ്. ഇവിടെ എന്തായാലും ഈ ഇലക്ഷനോട് കൂടി ചിത്രം തെളിയാൻ പോകുന്നത് സതീശൻ്റെയാണ്. സതീശനെ ലോട്ടറി അടിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി സതീശൻ എന്ന് ഉറപ്പിക്കാൻ കഴിയുന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.